സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ബാലതാരങ്ങൾക്ക് പുരസ്കാരം നൽകാത്തതിൽ വിവാദം. ബാലതാരങ്ങളെ അവഗണിച്ചെന്നും ജൂറി നിലപാട് പ്രതിഷേധാർഹമെന്നും കുറ്റപ്പെടുത്തി സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയുടെ സംവിധായകൻ വിനേഷ് വിശ്വനാഥും ബാലതാരം ദേവനന്ദയും രംഗത്തെത്തി. പരാതി ചർച്ച ചെയ്യുമെന്നും അവാർഡിന് അർഹമായ സിനിമകൾ ഇല്ലെന്നാണ് ജൂറി അറിയിച്ചതെന്നും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. വിപിൻ സി വിജയനാണ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. വിപിൻ, വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഒരു ഭാഗത്തുനിന്ന് ആ കാറ്റഗറിയിൽ അവാർഡ് നൽകാത്തതിന് എതിരെ. എന്താണ് മന്ത്രി നൽകുന്ന വിശദീകരണം വിപിൻ? സംസ്ഥാന ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ടൊരു വിവാദം പുകയുകയാണ്. കുട്ടികളുടെ ചിത്രത്തിനോ മികച്ച ബാലതാരത്തിനോ ഒരു പുരസ്കാരവും നൽകിയില്ല, അതിന് പറ്റിയ ഒരു എൻട്രി ഇല്ല എന്നുള്ളതായിരുന്നു ഇന്നലെ ജൂറി ചെയർമാൻ പ്രകാശ് രാജ് പറഞ്ഞത്. ഇതിനെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ചലച്ചിത്ര മേഖലയിൽ നിന്ന് തന്നെ വിവിധ ശബ്ദങ്ങൾ ഉയരുന്നത്. അതിൽ പ്രധാനമായും 6 എൻട്രികളായിരുന്നു കുട്ടികളുടെ വിഭാഗത്തിൽ ഈ ജൂറിക്ക് മുൻപിൽ എത്തിയത്. അതിൽ അന്തിമ പട്ടികയിലേക്ക് 2 ചിത്രങ്ങളാണ് എത്തിയത്. ഈ 2-ൽ നിന്നും അത്തരത്തിൽ കുട്ടികളുടെ ഒരു അഭിനയം എടുത്തു പറയാം, ഒരു പുരസ്കാരം നൽകാവുന്ന പാകത്തിലുള്ള ഒരു അഭിനയം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വിലയിരുത്തിക്കൊണ്ടാണ് ബാലതാരത്തിനുള്ള പുരസ്കാരം നൽകാതിരുന്നതും ഒപ്പം തന്നെ മികച്ച കുട്ടികളുടെ സിനിമ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ജൂറിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ ഇപ്പോൾ 24 ഇന്ന് രാവിലെ തന്നെ ആ വാർത്ത പുറത്തുവിട്ടിരുന്നു. അതായത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നുള്ള വിവിധ ഇടങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു ചിത്രമാണ്. ഈ ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള വിനേഷ് വിശ്വനാഥൻ തന്നെ നമ്മോട് പറഞ്ഞത് ഇതിൽ കാക്കമുട്ട എന്നുള്ള സിനിമ അത് കുട്ടികളുടെ സിനിമ എന്നുള്ള നിലയ്ക്കായിരുന്നില്ല അതിന്റെ സെൻസർ ബോർഡിൽ നിന്നൊക്കെ അതിന് ലഭിച്ചത്. പക്ഷേ ആ സിനിമ ദേശീയ തലത്തിൽ തന്നെ കുട്ടികളുടെ സിനിമയായി പരിഗണിച്ചിരുന്നു. പക്ഷേ അത് കേരളത്തിൽ സംഭവിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ്? തീർത്തും അവഗണന ഈ കുട്ടികളുടെ ചലച്ചിത്ര വിഭാഗത്തിനോട് ഉണ്ടാകുന്നു എന്നുള്ളതായിരുന്നു അതിലൊരു പ്രതിഷേധം, അതിലൊരു വിമർശനം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോഴത്തെ അതിന് തൊട്ടു പുറകെ ബാലതാരമായിട്ടുള്ള ദേവനന്ദ വന്നിരിക്കുന്നു. കണ്ണടച്ചോളൂ, പക്ഷേ മുഴുവൻ ഇരുട്ടാണെന്ന് പറയരുത് എന്നുള്ളതാണ് ജൂറി ചെയർമാന്റെ വാക്കുകൾ തന്നെ വെച്ചുകൊണ്ട് അവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ വിവാദം പുകയുമ്പോൾ മന്ത്രി സജി ചെറിയാൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മുൻപിലെത്തിയ പേപ്പർ വായിക്കുക മാത്രമാണ് ചെയ്തത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരുമിച്ച് അത് പരിഹാരം കാണും, അടുത്ത തവണ കുട്ടികളുടെ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കും എന്നുള്ളതാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണമായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും അതിലൊരു അമർഷം പുകയുന്നു എന്നുള്ളതാണ് വസ്തുത. വിപിൻ സി വിജയൻ, കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.